57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 5ാം പകൽ എരിഞ്ഞടങ്ങി. പക്ഷേ വേദികളിൽ മത്സരച്ചൂട് ജ്വലിച്ചുയരുകയാണ്. ഈ സമയം 7:30 എന്ന് പറയുന്നത് കലോത്സവ വേദിയിലെ ഞങ്ങളുടെ ദൗത്യം ഏറ്റവും സാർത്ഥകമാവുന്ന ഒരു സമയമാണ്. മാതൃഭൂമി ഇറാം മോട്ടോഴ്സ് സ്റ്റാർ ഓഫ് ദി ഡേയുടെ പ്രഖ്യാപനത്തിനായി ഏറ്റവും അനുയോജ്യരായ, ഏറ്റവും ഉത്തമമായ ഒരു അതിഥിയെ തന്നെ ഈ സമയത്ത് വേദിയിലെത്തിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വേദി ഏറ്റവും അർത്ഥപൂർണമാവുന്ന, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വേദിയായി മാറുന്ന ഒരു നിമിഷമാണ്. ഞങ്ങളോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ വാദ്യകലാരംഗത്തെ കുലപതി ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ബഹുമാനത്തോടെ, ആദരവോടെ സ്വാഗതം. മാഷെ, ഇങ്ങനൊരു സ്ഥലത്ത് മാഷെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ്. നമുക്ക് ഇന്ന് ഒരുപാട് വാദ്യമേളങ്ങളുടെ മത്സരമൊക്കെ ഉണ്ടായിരുന്ന ദിവസമാണ്. അപ്പം മാഷിന് ഈ പുതിയ കുട്ടികളോടൊക്കെ ആദ്യം മാഷിന് എന്താ പറയാനുള്ളത്? ഒരു കലോത്സവ വേദിയിൽ മാഷിനെ പോലെ ഒരാൾ എത്തുമ്പോൾ എന്താണ് അവരോട് ആദ്യം പറയാനുള്ളത്? ഏതായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. പിന്നെ പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പഴയ ആൾക്കാരെ കണ്ടിട്ട് അതിൻ്റെ മുന്നിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. അത് തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രമം ഏറ്റവും ശ്ലാഘനീയമാണ്. അത് നമ്മളെപ്പോഴും പറയുക, ഇപ്പോൾ ഡാൻസ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവർ പിന്നെ അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ നമ്മുടെ ഹൈസ്കൂൾ ലെവലിലൊക്കെ കുട്ടികൾ കൊട്ടിക്കയറുന്ന കുട്ടികളെ പിന്നെ എത്രത്തോളം മാഷ് കണ്ടിട്ടുണ്ട്? ഒരുപാട്. ഇപ്പോഴും പ്രത്യേകിച്ച് മുൻപൊന്നും ഇല്ലാത്തതിനേക്കാളും കൂടുതൽ ഈ രംഗത്ത് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അവരൊരുപാട് വേദികളിൽ, സാധാരണ പൂരങ്ങളിലും വേലകളിലും ചെന്ന് കൊട്ടാനുള്ള ഇതും കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പഴയതിനേക്കാളും കൂടുതൽ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളാണ്. അവസരങ്ങൾ കൂടുന്നുണ്ട്, അവരത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം, ആ ഒരു ഗൗരവം അത് ഇപ്പോഴുള്ള മത്സരങ്ങളിലൊക്കെ ഉണ്ട്. പഴയതിനേക്കാളും കുറച്ചും കൂടി മേലേക്കിടയിൽ കണക്കാക്കാവുന്ന ഒരു മത്സരമായിട്ടാണ് ഈ രംഗത്ത്. ഇന്ന് നമ്മളോടൊപ്പം വേറെ കുറച്ച് മിടുക്കികൾ കൂടിയുണ്ട്. സാധാരണ നമ്മൾ ഈ വാദ്യകല എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആൺകുട്ടികളൊരു കുത്തകയാണ്, പെൺകുട്ടികൾ അവിടെ വന്നു പോകാറാണ് പതിവ്. ഇത്തവണ ആൺകുട്ടികളോട് മത്സരിച്ച് അവരെ നിലം പരിശാക്കി മിടുക്കി കുട്ടികളുടെ ഒരു കൂട്ടം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിൽ നിന്നാണ് ഈ മിടുക്കി കുട്ടികൾ വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു ആശാൻ ഇവിടെയുണ്ട്. ആശാൻ, എന്താ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഹോളി ഏഞ്ചൽസിലെ മിടുക്കി കുട്ടികളുടെ തായമ്പകയാണ് കേട്ടത്. കേരളത്തിൻ്റെ അഭിമാനമായ മട്ടന്നൂർ ആശാന്റെ മുന്നിൽ വെച്ചാണ് ഈ മിടുക്കികൾ ഇപ്പോൾ വായിക്കുന്നത്.
എന്തായാലും അവർ തകർക്കുക തന്നെയാണ്. അവരുടെ മേളപ്പെരുക്കം അങ്ങനെ പെരുക്കി ഉയരുകയാണ്. തീർച്ചയായും അവർ നിർത്തിയിട്ടേ അവരുടെ ചിന്തകൾ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും കൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കയ്യടി കൊടുക്കാം അവർക്ക്. ആമ്പിള്ളേരെ അടിച്ചിട്ടാണ് അവർ 1ാം സ്ഥാനം നേടിയത് കേട്ടാ. അതാണോ കൂവിയത്? എന്തായാലും കുട്ടികൾ, മോളെ, നിങ്ങളുടെയൊക്കെ ദൈവമായി കാണുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. എന്താ ചോദിക്കാനുള്ളത്? ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം എന്നാണ് ആശാനെ ആവശ്യപ്പെടുന്നത്. ആ കുട്ടിക്ക് എന്നെ അറിയാലോ? അറിയാം ആശാൻ. എൻ്റെ അച്ഛൻ്റെ ആശാനല്ലേ? അച്ഛൻ്റെ ആശാനല്ല, എൻ്റെ ഗുരുനാഥൻ്റെ മരുമകൻ്റെ മകളാ കുട്ടി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മാവൻ പ്രസിദ്ധനായ പല്ലശ്ശന ചന്ദ്രമണ്ണാടിയാരാണ്. ആശാൻ പറഞ്ഞു തരേണ്ടി ഇതൊക്കെ അല്ലേ? വെറുതെ അല്ല ആ കുട്ടി പറഞ്ഞു തരേണ്ടി വന്നല്ലോ ഇതൊക്കെ. വെറുതെ അല്ല ആ കുട്ടി. നിങ്ങൾ പറഞ്ഞ ആൺകുട്ടികളെ അടിച്ച് വീഴ്ത്തിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കൃത്യമായൊരു പാരമ്പര്യമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാം ഈ ടീമാണ് എന്തായാലും 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. എല്ലാവർക്കും ആശാന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഇതാ കണ്ണ് പറഞ്ഞു, സന്തോഷ കണ്ണീർ. ആശാന്റെ വാക്കുകൾ കേട്ട് തീർച്ചയായും മിടുക്കികൾ എന്തായാലും ഇനിയും തുടരുക പഠനത്തോടൊപ്പം. സന്തോഷം കൊള്ളാം. എന്തായാലും സന്തോഷത്തോടെ ആ കുട്ടികൾ ഇവിടെ കൊട്ടി ആശാന്റെ മുന്നിൽ അവരുടെ ദക്ഷിണ അർപ്പിച്ചിരിക്കുന്നു. തിരിച്ച് ശ്രീജാമൽ, നല്ല നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾ അവരെ പറഞ്ഞു വിടരുത്. നമുക്ക് അവരെ കൊണ്ട് ഇനിയും വായിപ്പിക്കാണ്ട്. കരയരുത്. സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണെന്ന് അറിയാം, എന്നാലും ഈ സന്തോഷത്തിൽ ഒരിക്കലും അത് സന്തോഷം കൊണ്ടാണ്. മാഷെ, ഇനി ചോദിക്കാനുള്ളതാണ്, എപ്പോഴും കലോത്സവത്തെ സംബന്ധിച്ചൊക്കെ ആളുകൾ 2 അഭിപ്രായം പറഞ്ഞു തുടങ്ങണു. ഇപ്പോൾ ഇങ്ങനെ ചെലവാക്കി ഇങ്ങനെ ഒരു ഉത്സവം നടത്തേണ്ട കാര്യമുണ്ടോ? എത്രത്തോളം കുട്ടികളെ അവരുടെ യഥാർത്ഥ കലയെ പുറത്തു കൊണ്ടുവരാൻ കലോത്സവങ്ങൾക്ക് കഴിയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. മാഷിന് അവരോടൊക്കെ പറയാനുള്ള ഉത്തരം എന്താ? നമ്മൾ മറ്റുള്ള ചെലവുകളൊക്കെ കണക്കാക്കിയാൽ ഇതല്ലേ ഭേദം. ഇത്രയും സന്തോഷകരമായ ഒരവസ്ഥ ജനങ്ങൾക്കും പങ്കെടുക്കുന്നവർക്കും നമുക്കും കാണികൾക്കും നാട്ടുകാർക്കും ലോകർക്ക് മുഴുവൻ സന്തോഷം ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഇതൊരു ചെലവാണോ? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കലയും കൂട്ടായ്മയും സൗഹൃദങ്ങളും തന്നെയാണ്. അതിനുള്ള ചെലവ് ഒരു ചെലവല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. തീർച്ചയായിട്ടും. ഇനി ഇതുപോലെ ഈ കലോത്സവ വേദിയിൽ എത്തുന്ന ഓരോ കുട്ടികളും യഥാർത്ഥ താരങ്ങളാണ്. കാരണം അവർ ഒരു സ്കൂൾ തലം മുതലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ തൊട്ടിട്ട് അവരുടെ വലിയൊരു പോരാട്ടമാണ് ഈ വേദിയിലെ പ്രകടനത്തിൽ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് അങ്ങ് തുടരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മാതൃഭൂമി ന്യൂസും ഇറാം മോട്ടോഴ്സും ചേർന്ന് കലോത്സവ വേദിയിൽ അന്നത്തെ ദിവസത്തെ ഒരു താരത്തെ കണ്ടെത്താറുണ്ട്. ആ താരം ആരുമാകാം. അതായത് അതിജീവനത്തിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ആ ഒരു താരത്തെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഭയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഈ 2 ഘടകങ്ങളും ഒത്തുചേർന്ന ഒരാളായിരിക്കും. ഏതായാലും ആ താരത്തെ അറിയാനുള്ള സമയമായിരിക്കുന്നു. ഇറാം മോട്ടോഴ്സ് മാതൃഭൂമി ന്യൂസ് ചേർന്നൊരുക്കുന്ന സ്റ്റാർ ഓഫ് ദ ഡേ ആരെന്നറിയാനുള്ള നിമിഷം ഇതാണ്. ദേവകിരണ് കാഴ്ചയും ശബ്ദവും ജീവിതവും സംഗീതത്തിലെ 7 സ്വരങ്ങളാണ്. കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ശാസ്ത്രീയ സംഗീത വേദിയിൽ നിന്നും ദേവകിരൺ ഇറങ്ങിയത് 1ാം സമ്മാനവുമായി. ഒന്നാം ക്ലാസ് മുതൽ അക്ഷരങ്ങൾക്കൊപ്പം ദേവകിരൺ സംഗീതവും പഠിക്കുന്നു. കാസർഗോഡ് എൻമകുജെ ഗ്രാമത്തിൽ നിന്നുള്ള ദേവകിരണിന്റെ സംഗീത ഗുരു കാഞ്ഞങ്ങാട് ശ്രീനിവാസൻ മാഷാണ്. ശാസ്ത്രീയ സംഗീതത്തിന് പുറമെ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലിലും ദേവകിരൺ മികച്ച സാന്നിധ്യമായി. അഹല്യയ്ക്കും മറ്റും പറയാനുണ്ടെന്ന കവിതയായിരുന്നു ദേവകിരൺ പാടിയത്. ഉണർച്ചയിൽ പുലരിവാതിൽ തുറക്കുന്ന കാട്ടുതീ, തെരുവുകോണിൽ നുറുങ്ങിയ വളകൾ തൻ. കലോത്സവ വേദിയിൽ ദേവകിരണിന് കൂട്ടായി സുഹൃത്ത് ഹക്കീമും ഉണ്ടാകും. ഹക്കീമിന്റെ ശബ്ദമായി ദേവകിരൺ മാറുമ്പോൾ ദേവകിരണിന് കാഴ്ചയായി ഹക്കീമും മാറുന്നു. രാത്രി വണ്ടികൾ നീലിച്ച തെരുവുകൾ, വിജനവീഥി മുഖം മൂടിരാവുകൾ. സംഗീതത്തിൽ ഇനിയും പഠിക്കണമെന്ന് ദേവകിരൺ ആഗ്രഹമുണ്ട്.
ഒപ്പം മികച്ചൊരു ഇംഗ്ലീഷ് അധ്യാപകനാകണമെന്ന ആഗ്രഹവും. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ശാസ്ത്രീയ സംഗീതത്തിലെ ദേവികിരണാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുക്കൂ. ദേവികിരണിന് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ട് നല്ല ശക്തിയായ കൈയടി വേണം, കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി ആ സാർത്ഥകമായ നിമിഷം മാതൃഭൂമി ന്യൂസ് ഇറാം മോട്ടോഴ്സ് സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം കൊടുക്കുന്നത് ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇനി ആ മുഹൂർത്തത്തെ സന്തോഷമാക്കാൻ നിങ്ങളുടെ കൊട്ടുകൂടി ഉണ്ടായതിൽ നന്ദിയുണ്ട്. പക്ഷെ ഇനി നമുക്ക് സംസാരിക്കട്ടെ. ഹോളി ഏഞ്ചൽസിലെ മാലക കുട്ടികളെ താങ്ക് യു. ഇനി നമുക്ക് ഇവരോട് സംസാരിക്കാം അല്ലേ? ദേവികിരൺ, വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആശാന് അറിയാലോ കൂടെയുള്ളത് ആരാന്ന്? മട്ടന്നൂർ ആശാനാണ്. ആശാന്റെ അടുത്ത് ഒരു അനുഗ്രഹം വാങ്ങുക. എന്താ മോന്റെ ആഗ്രഹം? എന്താ ആശാൻ എന്താ കുട്ടിയോട് പറയാനുള്ളത്? ഇതുവരെ പഠിച്ചതിനേക്കാളും നന്നായിട്ട് പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് വന്ന ഉയരത്തിനേക്കാളും ഉയരത്തിലേക്ക് എത്തുന്ന ഒരാളും. ആ പ്രാർത്ഥനയും അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളത്. അത് തീർച്ചയായിട്ടും കൊടുക്കുന്നു. മട്ടന്നൂർ ആശാന് ദക്ഷിണയായിട്ട് ഒരു 2 വരി നമുക്ക് പാടിക്കൊടുത്താലോ? ശരി. ഞാൻ ഇന്നലെ അവതരിപ്പിച്ച ക്ലാസിക്കൽ പാടാം. രാമകഥാ സുധ രാമകഥാ സുധ രാമകഥാ സുധ രാമകഥാ സുധ രസപാന മോകരാജമു ചേ സുനേ രാമ കഥാ സുധ രസപാന മോകരാജമു ചേ സുനേ. താങ്ക് യു. ഇനി ഇവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇവരാണ് ആ കഥയിൽ പറഞ്ഞ ദേവികിരനോടൊപ്പം എപ്പോഴുള്ള ഹക്കീമാണിത്. കൂടെ ദേവികിരൻ്റെ എക്കണോമിക്സ് മാഷും അല്ലേ? നിങ്ങളോടും നന്ദിയാണ്. ദേവികിരൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലായിടത്തും കയ്യും കാലും ആവുന്നതിന്. അപ്പോൾ വളരെ സന്തോഷം. നമുക്കൊരു കൈയടിയും കൂടെ കൊടുക്കല്ലേ? ഉച്ചത്തില്